നോച്ചാൽ നമ്മുടെ ചന്തയിലെ പോത്തിന് വില കുറഞ്ഞു കേട്ടല്ലോ. വില കുറച്ച് ഇപ്പൊ ഈ ശബരിമല സീസണൊക്കെ ആയതുകൊണ്ട് എന്നാല് ഇപ്പൊ വില കുറച്ച് കൊടുക്കുക കുറവുണ്ട് അല്ലേ? പോത്തിനെ ഇപ്പൊ അങ്ങനെ ഒത്തിരി ആൾക്കാർ ഇറച്ചി വേണ്ടി എടുക്കുന്നില്ല. ഒന്നാമത് ഈ ഇലക്ഷൻ വർക്കും കാര്യങ്ങളൊക്കെ ഇലക്ഷനും ഉണ്ടല്ലേ? ഇലക്ഷൻ വർക്കൊക്കെ ആയതുകൊണ്ട് കന്നാലി വില കുറച്ച് കൊടുക്കും. ഓക്കെ, എന്നാലും നമ്മുടെ ചന്തയിൽ ആവശ്യത്തിന് കുട്ടികൾ വരുന്നുണ്ട്. ആവശ്യമുള്ള കുട്ടികൾ 500 കുട്ടികളോളം വരുന്നുണ്ട്. ഈ സൈഡിലെ ഫുള്ള് തീർന്നല്ലേ? ഈ സൈഡിലെ ഫുള്ള് തീർന്നു. എങ്ങനെ കച്ചവടക്കാർ തന്നെയാണ് എല്ലാം കൊണ്ടുപോയി? എല്ലാം കച്ചവടക്കാരാണ് വാങ്ങിക്കുന്നത്. അപ്പൊ വിലക്കുറവ് വരുമ്പോ അവന്മാർ വന്ന് മൊത്തത്തിൽ എടുത്തുണ്ടോ? അപ്പം ഈ ഒരു പ്രയോജനമാണ്. ഇപ്പം വില കുറച്ച് കൊടുക്കുന്ന സമയമാണ്. അതായത് ക്രിസ്മസ് സമയം വില കൂടുവോ? ക്രിസ്മസിന് ചിലപ്പോ 1-2 ചിലപ്പോ ഇത്തിരി വില മാറി വരും അല്ലേ? കാരണം ഉള്ള ഇറച്ചിപ്പോത്തിനെ എല്ലാം കിടക്കണതിനെ കൊണ്ട് ക്രിസ്മസ് കൊടുക്കാൻ വേണ്ടി വില ചിലപ്പോ ഒത്തിരി മാറും. 10,000 രൂപ അല്ലെങ്കിൽ 2,000 രൂപ വ്യത്യാസം വരും. ഇപ്പൊ എന്തായാലും നല്ല വില കുറവാണ്. ഇപ്പൊ ഒരുപാട് വില കുറച്ച മാട് കൊടുക്കുന്നു. പോത്തിനെ വാങ്ങിക്കാൻ പറ്റിയ സമയമാണ്. ഇപ്പോഴും പറ്റിയ സമയമാണ്. മഴ എല്ലാവരും കർഷകരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് മാട് വാങ്ങിച്ചോണ്ട് പോകാം. കാരണം നമുക്ക് അവിടെ കുറച്ച് കിട്ടുമ്പോൾ നമ്മൾ ഇവിടെ വില കുറയും. അത്രേ ഉള്ളൂ. അപ്പൊ അതിന്റെ പ്രയോജനം കച്ചവടക്കാർക്ക് മാത്രമല്ല കർഷകർക്ക് കർഷകർക്കും ഉണ്ട്. അതെ, ഇപ്പൊ നേരിട്ട് വരിക. അപ്പം പോത്തിനൊക്കെ എങ്ങനെയാലും ഒരു പോത്തിന് 10,000-3,000 രൂപ 3,000 രൂപ കുറച്ച് തന്നെ കൊടുക്കുന്നത്. ഒരേ മാട്ടിന്റെ പുറത്ത് ഇപ്പൊ കഴിഞ്ഞ 2-3 ആഴ്ചക്ക് മുമ്പ് കൊടുത്തേക്കാട്ടി 3,000 രൂപ കുറച്ചാണ് ഇപ്പൊ മാട് കൊടുക്കുന്നത്. ഓരോ പോത്തുകൂട്ടിലല്ലേ? വേറെ കുട്ടിയുടെ പുറത്ത് 3,000 രൂപ കുറച്ചാണ്. പിന്നെ വലിയ പോത്തൊക്കെ പിന്നെയും കുറയും. വലിയ പോത്താണെങ്കിൽ അതിലും കുറയുന്നുണ്ട്. അപ്പൊ എന്തായാലും നമ്മുടെ ആറ്റിങ്ങൽ മാമൻ ചന്തയിൽ ഇപ്പൊ ഈ ആഴ്ച നല്ല വിലക്കുറവാണ്. അടുത്ത ഒരു ചന്തയോടെ നല്ല വിലക്കുറവായിരിക്കും. ഈ ഒന്നാമത്തെ പറഞ്ഞ ശബരിമല സീസൺ, രണ്ടാമത് ഇലക്ഷൻ വർക്ക്, ഇതൊക്കെ ആയപ്പോഴത്തന്നെ ആളിന്റെ തിരക്ക് കുറഞ്ഞു. അതെ, മൊത്തത്തില് ഒരു ഇതാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ വില കുറച്ച് കൊടുക്കുമ്പോഴത്തെ ആൾക്കാർ വരുന്നുണ്ട്, മാട് വാങ്ങിക്കാൻ വരുന്നുണ്ട്. നമുക്ക് അപ്പൊ അന്നേരം അവിടെ വില കുറഞ്ഞു അല്ലേ? അതെ. അപ്പൊ അത് നമ്മളത് കർഷകർക്ക് പ്രയോജനം വരത്തക്ക രീതിയിലാണ് ഇപ്പൊ മാട് കൊടുക്കുന്നത്. നമുക്ക് പണ്ടത്തെ പോലെ 500 രൂപ മതി. അത്ര തന്നെ. അത്രേ ഉള്ളൂ. നമുക്ക് വരുന്ന സാധനം തീർന്നു പോകണം. അത്രേ ഉള്ളൂ. സാധനം തീർന്നു പോകണം. അപ്പൊ ഇന്ന് 500 കന്നാലിയാണ് ഈ കടകത്തിനും കന്നാലി ഉള്ളൂ. അപ്പൊ നാളെ ഉച്ച വരെയാണ് ചന്ത. നാളെ ഉച്ച വരെ, നാളെ 12 മണി വരെ കാണും. അപ്പൊ എന്തായാലും വിലക്കുറവിൽ പോത്തിനെ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അടുത്ത ആഴ്ചയുടെ അടുത്ത 2 ചന്തയുടെ കാണും അല്ലേ? 2 ചന്തയുടെ കാണും. എന്തായാലും നേരിട്ട് വരിക. വില പേശി എടുക്കാം. ഓക്കെ.